നിന്റെ പേരെന്തോന്ന്? എങ്ങനെ നായിന്റെ മോനൊന്ന് ആണോടാ? ഓടാന്ന്. അപ്പൊ ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് തൊട്ടിപ്പാലം, അതായത് ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ തൊട്ടിപ്പാലം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മളിത് അകത്തോട്ട് കയറി, നല്ല വെള്ളമുണ്ട്. അപ്പം നേരെ തൊട്ടിപ്പാലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വെള്ളത്തിൽ വാഴക്കൊലയൊക്കെ ഒഴുകി പോകുന്നതാണ് ആദ്യം പറയുന്നത്. അങ്ങോട്ട് പോയി നോക്കാം. ആൾക്കാർ ചെറിയ തിരക്ക്, രാവിലെ തിരക്കായി വരുന്നതേ ഉള്ളൂ. 2 പേർക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട്. ചെറിയ പാലം. എൻ്റെ പൊന്നെ ലെങ്ത് കണ്ടാ. ഓക്കെ, അകത്തോട്ട് പോയി നോക്കാം. ലെങ്ത് കിടക്കുന്നുണ്ടോ? എൻ്റെ പോലെ ഞാനും ഈ കന്യാകുമാരിയിൽ ഇത്രയും സ്പോട്ട് ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ഈ തൊട്ടിപ്പാലത്ത് വരുന്നത്. ഞാനല്ല കീർത്തിയും, പക്ഷെ അവര് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പുറത്തൊരു ദ്വീപുണ്ട്, ആ ദ്വീപിലോട്ട് വെള്ളം കൊണ്ടുപോകാനാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓ അങ്ങനെ. ഓ, അതായത് അപ്പുറത്തൊരു ദ്വീപുണ്ട്, ആ ദ്വീപിലോട്ട് വെള്ളം കൊണ്ടുപോകാനാണ് ഈ തൊട്ടിപ്പാലം ഉപയോഗിക്കുന്നത് അല്ലേ? ഓ അങ്ങനെ, അതിനു വേണ്ടി പണിഞ്ഞത്. അപ്പോൾ താഴെ ആഴം 1.5 ആൾ. ഇവിടെ നിന്ന് കൂവിക്കൂടാ അല്ല. അവിടെ വേറൊരു പാലമാണ്, അതിപ്പോൾ പണിഞ്ഞ പാലമാണ്, ചെറിയ പാലം. പക്ഷേ ഇത് ഇത്തിരി റെഡി ആയിക്കോളും. അതുവഴിയാ? എൻ്റെ പൊന്നെങ്ങ് നോക്ക്, ഹൈറ്റ് ഉണ്ടാ. എൻ്റെ പൊന്നെ അത് തന്നെ, എന്തോ ഹൈറ്റ് നോക്ക്. ഇപ്പോഴാണ് കിടുകിടാവണത്. ശരി തന്നെ കേട്ടാ. ഇതാ ഇത്ര കുറച്ച് ദൂരം വന്നതേ ഉള്ളൂ. കുറച്ച് ദൂരം വന്നപ്പോഴാണ് എൻ്റെ പൊന്നെ ആഴം കണ്ട പോലെ കിളി പോണ്. കൊള്ളാം കേട്ടാ. പോവാൻ പറയാം. അത് തന്നെ, ഒരാൾക്ക് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് ക്രോസ് ചെയ്തു. അതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇത് നോക്ക്, ചെറിയൊരു ഇതേ ഉള്ളൂ. പക്ഷേ ഇതിലാരും വലിയ റിസ്ക് എടുക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല. അന്ന് അതായത് നമ്മളെ കണ്ണാടി ബ്രിഡ്ജിൽ പോകില്ല, അതേ അവസ്ഥയാണ് ഇവിടെ. അയ്യോ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് വരും. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അതെ അതെ, തെങ്ങിന്റെ മുകൾ ഭാഗം കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ട് കാണാം. ഇതൊരു സെൻറ്റർ വന്നപ്പോഴത്തേക്ക് ഇത്തിരി ടാസ്ക്കാണ് കേട്ടോ. അടിപൊളി കേട്ടോ, ഒരു വെറൈറ്റി വൈബാണ് കേട്ടോ. അതാ ഇവിടെ നിന്ന് കാണാൻ അടിപൊളിയല്ലേ, കൊള്ളാം കേട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ, താഴെ കൂടെ ഇറങ്ങി വരാം. അതാണ് എത്രയും പെട്ടെന്ന് അപ്പുറത്തെ സൈഡ് എത്തിയത് കേട്ടോ. എൻ്റെ പകുതി ആയില്ലേ? പകുതി ആയില്ല. ഒന്ന് നോക്ക്, പകുതി പോലും ആയിട്ടില്ല കേട്ടാ. ശരിടാ, സൈഡൊക്കെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അതാണ് എൻ്റെ പൊന്നെ, അതാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതുകൊണ്ട് ഓക്കെയാണ് കേട്ടോ. അത്രയും പൊട്ടിയില്ല. അതാണ്, വലുതായിട്ട് പൊട്ടിയിട്ടില്ല. ഇങ്ങനെ കമ്പിയൊക്കെ കാണാനേ ഉള്ളൂ, വലുതായിട്ട് പൊട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ വർഷങ്ങൾ മുമ്പുള്ള ആയതുകൊണ്ട് ഓക്കെ, അതുകൊണ്ടൊരു വിശ്വാസമുണ്ട്. അതാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ പണിയൊക്കെ ആണെങ്കിൽ പണി പാളിയാനേ. എന്താ വൈബ്, അടിപൊളിയല്ലേ. ഇനി അടിയിലത്തെ ആ പാലം, ആ വെള്ളം പോകുന്നതാണ് ഇവിടുത്തെ ഈ ബ്രിഡ്ജ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ട, അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അയ്യോ സത്യം പറയാൻ പേടിയാണ് കേട്ടോ. എന്തായാലും പേടിയില്ലാതെ ഈ പാലത്തിൽ കൂടെ ഉറപ്പായിട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ പാലത്തിലൂടെ ഉള്ള യാത്ര. അതാണ്. അയ്യോ സംഭവം കേട്ടാ, സംഭവം സത്യം പറഞ്ഞ ഒരു വിറയലുണ്ട് കാലില്. അങ്ങനെ എൻ്റെ പൊന്നെ പകുതിയായ. പകുതിയായി കേട്ടാ, എന്താ പകുതി ദൂരമായി. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. അങ്ങനെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഒരു വല്ലാത്ത ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. എടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കാരണം അതാണ് കേട്ടോ, ഒരു കിട്ടില്ല വൈബാണ് കേട്ടോ. എൻ്റെ മുന്നേ നൈസ്. എന്തായാലും ജീവിതത്തിൽ നമുക്ക് ഒരിക്കലേക്ക് വന്ന് കാണാനുള്ള ഒരു ഒരിക്കലല്ല അതാണ്. എന്നിട്ട് ഇത് ഞാൻ വരുന്നത് അതേ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 13
ഏകദേശം ഒരു 20 കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഡിസ്റ്റൻസ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു വെറൈറ്റി. അടുത്ത് ഇത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് പോകാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ആ സ്റ്റെപ്പ് ഇറങ്ങിയാണ് താഴോട്ട് പോകാനുള്ള. അതും കൊള്ളാം കിടക്കും. നല്ലൊരു വ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പാലത്തിന് ഏകദേശം 1/4 ഭാഗം ആയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനി കൂടി അല്ല, ധൈര്യം കൂടി. എങ്ങനെയുണ്ട് പാലം കണ്ടിട്ട്? നീ എന്തിനു പറയുന്ന? പാലം ഇഷ്ടപ്പെട്ടില്ലേ? ആദ്യം പറയാൻ എന്തോ വേണ്ട, ആദ്യമൊരു നിസ്സാരം പോലെ. എൻ്റെ പൊന്നെ കൊള്ളാം, പൊളിച്ച്. ഇനി ആ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. അങ്ങനെ ഞാൻ ഓടി ആദ്യം ഇങ്ങനെ വന്നു. എൻ്റെ പൊന്നെ ടാസ്ക് അയ്യടാ എടാ മോനെ, ഇത് വേറെ ലെവല്. തീർന്നു ആദ്യം സന്തോഷം. തീർന്നല്ലോ ആദ്യം പറയും പുച്ഛം, ഇപ്പൊ തീർന്നല്ലാന്ന്. അങ്ങനെ തൊട്ടിപ്പാല. ഇനി താഴത്തെ വൈബാണ് നമ്മൾ കാണാൻ പോകുന്നത്. താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി അല്ലേ? എങ്ങനെയുണ്ട് ബ്രോ? അയ്യോ അടിപൊളി. ഞാൻ ഒത്തിരി പ്രാവശ്യം വന്നത് കാരണം എനിക്ക് വലിയ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി താഴോട്ട് എന്തായാലും പോകാം, എന്നിട്ട് വൈൻഡപ്പ് എടുക്കാം. ഓക്കെ, പോട്ട്. എന്താണ് ഇതുവരെ നീ കാണാത്തൊരു മുട്ടായി? സിറിഞ്ച് മിഠായി. സിറിഞ്ച് മിഠായി കണ്ടോ? ഒരു വെറൈറ്റി മിഠായി കിട്ടിയിട്ടുണ്ട്. സിറിഞ്ച് മിഠായി, ചീപ്പ് മിഠായി, ചീപ്പ് മിഠായി. ഫോണുണ്ട്, ലൈറ്റർ. അതല്ലേ വെറൈറ്റി ആയി. അതിലൊന്നുമില്ല. കാണാൻ കിട്ടാത്ത പഴയ മിഠായി, ബട്ടൺ മിഠായി. പഴയ ഐറ്റം മിഠായിസ് ഒക്കെ ഒരുപാടുണ്ട്. വെറൈറ്റി പുളി മിഠായി. ഇതുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊന്നും ഇതിന്റെ പവർ അറിഞ്ഞൂടാ. പഴയ കാലത്താണ് ഇതൊക്കെ ഒരു ലെവലെന്ന് പറയുന്നത്. വാച്ച് മിഠായി കൊള്ളാം കേട്ടോ. കണ്ടോ? അപ്പൊ തിരക്ക് കൂടി വരുന്നുണ്ട്, ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നുണ്ട്. കണ്ടോ? അപ്പോ സിറിഞ്ച് ഇഞ്ചക്ഷൻ എടുക്കട്ടെ. ഇഞ്ചക്ഷൻ അതല്ല, ആദ്യം ടെസ്റ്റ് ചെയ്യട്ടെ. നിനക്ക് അലർജി ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. അയ്യോ എന്താണ് ഉദ്ദേശം? എന്തിനാണ്? ചെറിയ ഓളം അല്ല. എങ്ങനെയുണ്ട്? മധുരമാണോ? ചോക്ലേറ്റ് ആണോ? ഗൈസ്, വരി പിടിച്ചു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആൾക്കാരെല്ലാം 10-20 ഒരുമിച്ചിരുമ്പോ അതാണ്. താഴെ എത്തിയല്ലോ, ധൈര്യമായിട്ട് ഇനി പോവാം. അപ്പൊ കണ്ടോ, താഴത്തെ സ്പോട്ട് വരുമ്പോ ഒന്ന് ഇതാണ് കേട്ടോ, ഫില്ലറുകൾ കൊണ്ട്. പക്ഷെ താഴെ നോക്കുമ്പോൾ നല്ല വീതി ഉണ്ടോ. പക്ഷെ മേളില് വെള്ളത്തിന്റെ അതിന് ചാനലും കൂടെ ചേർത്ത് അതിന് താഴെ നോക്കുമ്പോൾ നല്ല നിരന്ന പാലൊന്നല്ലേ വിചാരിക്കുള്ളൂ. മേളില് പകുതിയില് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇറങ്ങി പോകാനാണ് ഒരു വ്യൂ ടൈപ്പാണ് കേട്ടോ. നല്ലൊരു വ്യൂ കൊടുത്തിട്ട് അവർ ഇറങ്ങി താഴോട്ട് പോകാനായിട്ട് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. അതാണ് താഴെ ഇറങ്ങി ഇതെല്ലാം കണ്ട പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? പാർക്ക് അടിപൊളിയായിട്ട് പാർക്കൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്. ഉണ്ടോ പാലം? പാലത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടം ആയെന്ന് തോന്നുന്നു കേട്ടോ പാലം. അതല്ലേ, ഇതൊരു കറങ്ങൽ പമ്പരം പോലെയാണല്ലേ, കറങ്ങി പോകാനുണ്ട്. അങ്ങനെ താഴെ എത്തി. ഫില്ലറുകൾ. പക്ഷെ ഈ മരമൊക്കെ മാറ്റിയിരുന്നെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു അല്ലേ ആ പാലത്തിന്റെ ഇത് മൊത്തം കാണാൻ. ഷിങ്കോ ശരിയുണ്ട്, സിംഗിരിപ്പുണ്ട്. ഹായ് പോടാ. ഞാൻ ചുമ്മാ പറഞ്ഞാടേ ഹായ്, ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞ ഹായ്. സോറി എടാ, നിന്റെ പേരെന്തോന്ന്? നിന്റെ പേരെന്തോന്ന്? എങ്ങനെ നായിന്റെ മോനൊന്ന് ആണോടാ? ഓടാന്ന്. അപ്പൊ ഇതാണ് ആ വ്യൂ പോയിന്റ് കണ്ടല്ലോ. ഓക്കെ, പാർക്കിലൊന്നും പോണ്ട, ക്ലോസ്. അതാണ് ജിറാഫിന്റെ വാലൊക്കെ ഒടുങ്ങി വരികയാണ്. ഇത് കട്ട് ചെയ്താ, ഇത് മറ്റേ വെറൈറ്റി ആയിരിക്കും. പാർക്ക് ഓപ്പൺ തന്നെ ഉണ്ടോ? പാർക്കും കൊള്ളാം കേട്ടോ, സെറ്റായിട്ട് അടിപൊളി. അടിപൊളി. ഹൈറ്റ് ഒന്ന് നോക്ക് എൻ്റെ പൊന്നെ. യെസ്, എന്തായാലും നല്ലൊരു വ്യൂ ആണ് കണ്ടോ. അവിടെ ഇറങ്ങണ്ട, അങ്ങോട്ട് പോയി നോക്കാം. ബാബാ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഏറ്റവും താഴെ വന്നിട്ടുണ്ട്. അവിടുത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കണ്ടോ. കിട്ടിയിലെ ഒരു വ്യൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പുതിയ പാലം
പഴയ തൊട്ടിപ്പാലം. അപ്പോൾ ഏഷ്യയിലെ രണ്ടാമത്തെ തൊട്ടിപ്പാലമാണ്. യെസ്, നമ്മൾ നിൽക്കുന്ന തൊട്ടിപ്പാലം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി, സൂപ്പർ. സൂപ്പർ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? യെസ്, നൈസ്. ഹലോ, എങ്ങനെയുണ്ട്? വന്നിട്ടൊന്ന് ഇഞ്ചക്ഷൻ എടുത്ത് പോകണമെന്ന്. യെസ്, അപ്പോൾ നമ്മുടെ ഈ തൊട്ടിപ്പാലം എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ആസ്വദിക്കാനുള്ള ഏഷ്യയിലെ രണ്ടാമത്തെ തൊട്ടിപ്പാലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് എവിടെയാണ്? മാർത്താണ്ഡത്ത് കൊലശേഖരത്തിനടുത്തായിട്ടാണ് തൃപ്പരപ്പ്, അവിടെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ? അപ്പോൾ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.